ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നപ്പോൾ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിച്ചു തന്നത് ബസ് സിമുലേറ്റർ കേരളയിൽ ട്രിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനാണ്. അതിലെങ്ങനെ ആൾക്കാരെ എങ്ങനെ കയറ്റാം, അതുപോലെ തന്നെ ട്രിപ്പ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അതിന് എത്ര ക്യാഷ് കിട്ടും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ആഡ് കണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, അപ്പോൾ കുറേ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും കൂടി ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചു ചെയ്യാൻ പോകുന്നത്. വീഡിയോയ്ക്ക് കിടക്കുന്ന ചാനൽ ആദ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പുതിയ ആഡ് ചെയ്തൊരു മോഡാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ ട്രിപ്പിൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ കുറേ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചത്. അപ്പോൾ അതിൻ്റെ ക്യാഷിൻ്റെ കാണിച്ചു തരാം. ക്യാഷ് ഉണ്ടാക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്നില്ലെങ്കിൽ ആഡ് കണ്ട് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ട്രിപ്പ് പോയിട്ട് ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ തന്നെ ആഡ് കാണാൻ അപ്പോൾ ജസ്റ്റ് ഈ ക്യാഷിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതൊക്കെ പെയ്ഡാണ്. അപ്പോൾ ഇത് വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ശരിക്കുള്ള കാശ് കൊടുത്തിട്ടുള്ള പരിപാടി ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു ഗെയിമിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് കണ്ട ക്യാഷ് കിട്ടും. അതുകൊണ്ട് പിന്നെ നമ്മൾ ശരിക്കുള്ള കാശ് കൊടുത്ത് ഇതിലത്തെ ക്യാഷ് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ആഡ് കാണാനായിട്ട് ജസ്റ്റ് ഗ്യാരേജ് എടുക്കുക. ഗ്യാരേജ് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടികൾ ലോഡായിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മുടെ ഇല്ലാത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ അതുമേ ജസ്റ്റ് നോക്കുക. അപ്പോൾ അതിൻ്റെ ക്യാഷ് അവിടെ എഴുതിയിട്ടുണ്ടാവും. അതുമേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വാച്ച് ആഡ് ലോഡ് ആഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ലോഡ് ആയിക്കോളും. കുറച്ച് ടൈമൊക്കെ എടുക്കും. ചില സമയത്ത് ആഡ് വരില്ല. അപ്പോൾ ജസ്റ്റ് ഗെയിം ഒന്നും കൂടി ക്ലോസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ജസ്റ്റ് ലോഡ് ആഡ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ട് അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഒരു നമ്മുടെ ബസ് സ്റ്റാൻഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ ഒരു സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം കാണാൻ പറ്റും. ഇതേപോലെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ബസ്സൊന്ന് കൊണ്ടുപോയി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ സ്റ്റാർട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അത് കൊടുത്താൽ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ട് ജസ്റ്റ് ഇപ്പോൾ മാപ്പ് നോക്കിയാൽ നമുക്ക് കൃത്യം വഴി കാണിച്ചു തരും എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ഇടയിൽ കുറേ ചെക്ക് പോയിൻറ്റുകളുണ്ട്. അപ്പോൾ അവിടെ വെച്ച് സേവ് ആവും. നമ്മൾ ബാക്ക് എടുത്താലും അവിടെ തൊട്ട് നമുക്ക് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ ഈ ഇടയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെ കയറ്റാനുണ്ടാവും. അപ്പോൾ അതും ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ആൾക്കാരെ കയറ്റുന്നത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ലാസ്റ്റ് ആ ലൊക്കേഷനിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഇടയിൽ സ്റ്റോപ്പുകൾ കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ടുപോയി ആ ഒരു കറക്റ്റ് സ്പേസിൽ കൊണ്ട് നിർത്തിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ആൾക്കാർ അവിടെ കയറിക്കോളും. ജസ്റ്റ് ഓപ്പൺ ഡോർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ആൾക്കാർ വന്ന് കയറും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകൾ ഉണ്ടാവും. അവിടെയൊക്കെ നിർത്തിയതിന് ശേഷം ആൾക്കാരെ കയറ്റാം. അതിന് ശേഷം ജസ്റ്റ് വണ്ടി എടുത്ത് പോവുക. അപ്പോൾ അതേ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്, അല്ല ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വഴി കാണിക്കുന്നത്. നമുക്ക് ആ വഴി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ അതേ നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ജസ്റ്റ് ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്താൽ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഇതേപോലെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ കളക്ട് X3 അതായത് 3x പൈസ കിട്ടും. നമ്മളിപ്പോൾ എത്രയാണോ കളിച്ചുണ്ടാക്കിയ ആ ഒരു ഗെയിം കളിച്ചുണ്ടാക്കിയ ക്യാഷിൻ്റെ 3x ആയിട്ട് നമുക്ക് ഇതിൽ ഒരു ആഡ് കണ്ടാൽ കിട്ടും. ജസ്റ്റ് കളക്ട് 3x കൊടുക്കാം, വാച്ച് ആഡ് കൊടുക്കാം. അപ്പോൾ അതായത് ഞാൻ ജസ്റ്റ് ഗാരേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ മുകളിൽ നമുക്ക് ക്യാഷ് കാണാൻ പറ്റും. 3813 ക്യാഷ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രിപ്പ് കളിച്ചതിൻ്റെ ക്യാഷാണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പോയി ക്യാഷ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ആഡ് കണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അത്ര എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ.